എന്നാൽ ഈ കൈക്കുഞ്ഞിനെ കൊണ്ട് ദിവ്യത എവിടെ പോയി? ആ ഹലോ മാഡം. രാജു, ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അവൾ ഇവിടെ എങ്ങും ഇല്ല. മാഡം, അവൾ ഇവിടെയും ഇല്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഇല്ല, KSRTC സ്റ്റാൻഡിലും ഇല്ല. രാജു, ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു, പക്ഷെ അങ്ങനെ ഒരു അമ്മയും കുഞ്ഞിനെയും ആരും കണ്ടിട്ടില്ല. മാഡം, ഇനി എവിടെ നോക്കാനാ? രാജു, ഒരു കാര്യം ചെയ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഒന്ന് നോക്ക്. ഇപ്പോ മംഗലാപുരത്തേക്ക് ഒരു ട്രെയിൻ ഉള്ളതല്ലേ? അതെ മാഡം. എങ്കിൽ എത്രയും വേഗം രാജു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കോ. ഞാൻ അവിടേക്ക് എത്തിക്കോളാം. ശരി മാഡം. മോനെ, നീ അമ്മയോട് ക്ഷമിക്കണം. നിനക്ക് ജന്മം തന്നയാൾക്ക് നീ അയാളുടെ മകനാണെന്ന് സമ്മതിക്കാൻ ഒരിക്കലും കഴിയില്ല. ശപിക്കപ്പെട്ടവളായ യാതൊരു ഗതിയില്ലാത്ത ഈ അമ്മയുടെ കൂടെ നീ ജീവിച്ച നിന്റെ ജീവിതവും ഗതികെട്ടതാവും. അതുകൊണ്ട് നിർഭാഗ്യവതിയായ നിന്റെ അമ്മ നിന്നെ ഇവിടെ ഉപേക്ഷിക്ക. നീ ജീവിക്കണം, വളർന്ന് വലിയ നിലയിലെത്തണം. ഈ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നിന്റെ ഒപ്പം ഉണ്ടാവും. നീ എന്നോട് ക്ഷമിക്കണം. നിന്നോടൊപ്പം ഇനി ഈ ലോകത്ത് ജീവിക്കാൻ ഈ അമ്മ യോഗ്യയല്ല. അമ്മ പോവുക. ഇതെന്തു പറ്റി? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്രോൾ ഉണ്ടല്ലോ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യയല്ല. എന്റെ കുഞ്ഞ് നല്ലൊരാളുടെ കയ്യിലെത്തിപ്പെടണം.
അയ്യോ, അതൊരു കുഞ്ഞല്ലേ? ദൈവമേ, ഈ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിലെത്തിക്കണം. നിർഭാഗ്യവതിയായ ഒരു അമ്മയുടെ അപേക്ഷയാണ്. ശ്ശോ, ഇതെന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോ ഈ കുഞ്ഞിനെ ഞാൻ എവിടെ കൊണ്ട് ഏൽപ്പിക്കും? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ചേട്ടാ, ഈ കുഞ്ഞ് അത് ഈ കുഞ്ഞിനെ ആരോ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇതിന്റെ അമ്മ തന്നെയാണ് ഇവിടെ ആക്കിയിട്ട് പോയതെന്ന് തോന്നുന്നു. ഈ ലെറ്റർ കണ്ടില്ലേ? ഇത് എഴുതിയിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ അമ്മ തന്നെയാ. മനുഷ്യരുടെ ഓരോരോ കാര്യങ്ങളെ. ദിവ്യയുടെ കുഞ്ഞ്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ അറിയാവോ? അറിയാം, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരുടെ കുഞ്ഞ്. മോളുടെ വീട് എവിടെയാ? ആരാ മോളുടെ അച്ഛൻ? അച്ഛന്റെ പേര് ഇതിലേക്ക് വെറുതെ വലിച്ചയക്കണ്ട, അത് ശരിയാവില്ല. ചേട്ടാ, ഞാൻ നുണ പറയുന്നതല്ല. എനിക്ക് ഈ കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയും നന്നായിട്ട് അറിയാം. നിങ്ങൾ ഏത് വീട്ടിലാണെന്ന് പറയൂ. നിങ്ങൾ എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ കുഞ്ഞുമായി സ്റ്റേഷനിലേക്ക് പോവാം. അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞിന്റെ അമ്മയെ വിളിപ്പിക്കാം. എന്ത് പറ്റി ഋതിക മാഡം? എന്താ ദിവ്യ ഇവിടെ? ഇത് ദിവ്യയുടെ കുഞ്ഞല്ലേ? രാജു, ദിവ്യ കാണാനില്ല. കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ദിവ്യ എവിടേക്കോ പോയി. ഈ ചേട്ടനെ കുഞ്ഞിനെ കണ്ടത്. ചേട്ടാ, നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല മോനെ, ഞാൻ ഈ കുഞ്ഞിവിടെ കിടക്കുന്നതാ കണ്ടത്. താൻ വർമ്മ സാറിന്റെ PA രാജു അല്ലേ? അതെ. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്തോ. വലിയ വലിയ വീടുകളിലെ ഇടപാടുകൾക്കിടയ്ക്ക് വെറുതെ കയറി പണി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. കുഞ്ഞിനെ വാങ്ങും. രാജു, ഋതിക മാഡം, ദിവ്യ അറിയില്ല രാജു, എനിക്കെന്തോ പേടിയാവുന്നു. ദിവ്യ വല്ല കടുങ്കയും ചെയ്തു കാണുമെന്ന്. മാഡം, ഇതൊരു ആത്മഹത്യക്കുറിപ്പാ. രാജു, ഇത് നമ്മൾ എന്ത് ചെയ്യും രാജു? മാഡം, ദിവ്യ, എന്റെ മോൻ. ഞാൻ മരിച്ചേക്കാന്ന് ഓർത്ത് പോയതാ രാജുവേട്ട. പക്ഷെ എന്റെ കുഞ്ഞിന്റെ മുഖം ഓർത്തപ്പോ എനിക്കതിന് സാധിച്ചില്ല. ദിവ്യ, നീ എന്ത് പണിയാ കാണിക്കാൻ പോയത്? മരിക്കാനോ? ഒരു കുഞ്ഞുണ്ടായിട്ട് അവന്റെ ഭാവി പോലും നോക്കാതെ നീ എന്താ കാണിക്കാൻ പോയത്? ദീപക് അവനൊരു വിവരമില്ലാത്തവനാ. അവൻ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയാണോ നീ? ഈ കുഞ്ഞിനെ നിനക്ക് വളർത്തണ്ടേ? ഈ കുഞ്ഞ് വളരുന്ന നിനക്ക് കാണണ്ടേ? ഈ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവണ്ടേ? മതി രാജു, ഇവിടെ വഴിയിൽ നിന്നും ബാളം ഉണ്ടാക്കണ്ട. ആദ്യം നമുക്ക് ദിവ്യം കുഞ്ഞിനെ സേഫായ സ്ഥലത്തേക്ക് മാറ്റാം. ശരി ഋതിക മാഡം.
ആഘോഷത്തിന്റെ ദിവസ. ദീപക്ക് വിചാരിച്ച പോലെ തന്നെ ദിവ്യ അവളുടെ കുഞ്ഞുമായി ഈ പടി ഇറങ്ങിപ്പോയി. എന്നെ സീറോ ആക്കാൻ ശ്രമിച്ചവരുടെ മുന്നിലേ ഞാൻ ഹീറോ ആയി. എടാ നീ എന്താണ് ഈ കാണിക്കുന്നേ? അത് കളയടാ. എടാ എടാ അത് കളയാൻ. അമ്മേ, അമ്മ വാ. ഇത് നമ്മുടെ ദിവസമല്ലേ? എടാ അത് കളയാൻ. അമ്മേ, let's enjoy. എടാ നീ ഇത് തോന്നിവാസാണ് ഈ കാണിക്കുന്നേ. എടാ എടാ നിർത്തടാ. എടാ, പടക്കം കളയാൻ. കുറച്ചുകൂടെ അതിൽ പോ. കളയാനല്ലേ പറഞ്ഞത്? എടാ കളയാൻ. എടാ അമ്മ എന്തിനാ അമ്മ എന്നെ തല്ലിയേ? എടാ തോന്നിവാസം കാണിച്ചിട്ട് എന്തിനാണെന്നോ? എടാ ഇവിടെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? നീ എന്തിനാ ഇപ്പൊ പടക്കം പൊടിച്ചേ? അവള് പോയില്ലേ ആ ദിവ്യ? അതിന് അതിന്റെ ആഘോഷ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം പാർട്ടി കൊടുത്തു. ഓ എടാ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കുടിച്ച് ബോധമില്ലാതെ ഓരോ തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എടാ തല തെറിച്ചവനെ. അമ്മ, അമ്മയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, അത് വിടാൻ. എന്റെ ഉള്ളിൽ തീവായിട്ടാ ഞാൻ ഇത്രയും ദിവസം നടന്ന്. ആ DNA റിപ്പോർട്ടിലെ ഞാനാണ് ദിവ്യയുടെ കൊച്ചിന്റെ അച്ഛനെന്ന് അമ്മയ്ക്ക് അറിയാലോ. അതെങ്ങനെ ഈ വീട്ടിലെല്ലാരും അറിഞ്ഞിരുന്നെങ്കിലേ അവളെയും അവളുടെ കുഞ്ഞിനെയും ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വന്നേനെ. എടാ നീ ഇതൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു കൂവി ആരെങ്കിലും അത് കേട്ടു കഴിഞ്ഞാ എടാ അത് അതിലും വലിയ പ്രശ്നമാകും. ശേഖരനും യാമിനും ഒക്കെ പുറത്തു പോയത് ഭാഗ്യം. അല്ലെങ്കിൽ നീ ഈ പടക്കം പൊട്ടിച്ച കാര്യമൊക്കെ അവര് പ്രതാപനോട് പോയി പറയില്ലായിരുന്നോ? എടാ നീ ഇങ്ങോട്ട് വന്നേ. വരാനാ പറഞ്ഞത്. കുറച്ച് പടക്കൂടെ എടാ, പൊടിക്കണം. ഇങ്ങോട്ട് വരാൻ. ഒറ്റ വീക്ക് ഞാൻ വെച്ചതാണല്ലോ പടക്കം കൊണ്ട്. എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? ഇങ്ങോട്ട് വീടമ്മേ. വരാനല്ലേ എന്താ പറഞ്ഞത്? ഈ കാണിക്കുന്നെ? കേറ്. ഇവനെ പൂട്ടിയിടാൻ പോവാണോ? ഇങ്ങോട്ട് വരാൻ. അവിടെ കിടക്കടാ. എന്ത് വെളിവില്ലാത്ത പരിപാടിയാണ് നീ കാണിച്ചത്? ഒരു പ്രശ്നം തീർത്ത് വരുമ്പോ അടുത്ത പ്രശ്നം. എടാ നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയേ? നീ കുടിച്ച കാര്യം എങ്ങാനും പ്രതാപൻ അറിഞ്ഞാലേ ഇവിടെ അടുത്ത പുകിലുണ്ടാവും. എടാ നിനക്കൊരു വാണിംഗ് അവൻ തന്നതാ. അവള് പോയി അമ്മേ. ഞാൻ ഈ നാട് മുഴുവൻ തെരഞ്ഞു, എന്റെ ഫ്രണ്ട്സിനെ വിട്ടു തെരയിച്ചു. അവളിവിടെ എങ്ങുമില്ല. അവളാ കുഞ്ഞായിട്ട് നാട് വിട്ടുപോയി. ഇനി ഒരിക്കലും വരില്ല. ആണോ? അക്കാര്യത്തിൽ ഒരു സമാധാനമുണ്ട്. എടാ പക്ഷെ നീ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാടാ? എടാ പിന്നെ സന്തോഷം വരുമ്പോ ആഘോഷിക്കണ്ടേ അമ്മേ? അവന്റെ ഒരു ആഘോഷം. കിടക്ക ചെറുക്കാ. നല്ലല്ലേ? എടാ കിടക്കാൻ. ഇല്ല അമ്മേ, എനിക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാമോ? ഇനി ഫുഡ് കഴിക്കാൻ നീ വരണ്ട. നിനക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിനക്ക് എന്താ വേണ്ടേ? എന്താ ഇവിടെ ഉള്ളത്? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉള്ള എല്ലാം ഇങ്ങ് എടുത്തോണ്ട് വാ. അയ്യോ വിശക്കുന്നേ. ഇത്രയും ദിവസേ ടെൻഷൻ കാരണം ശരിക്കും ആഹാരം പോലും കഴിച്ചില്ല. അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇങ്ങ് കൊണ്ടുവാ. ഓ എടാ ഞാൻ കൊണ്ടുവരാം. ഓ അമ്മേ വാ. എടാ നീ അനങ്ങാതെ ഒന്ന് ഇവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. ഓ എന്റെ ദൈവമേ. അവള് പോയി. ഇനി എനിക്ക് അവളുടെ ശല്യം ഉണ്ടാവില്ല. എന്തായാലും ഈ നാട്ടിൽ അവളില്ല. ദൂരെ എവിടെയെങ്കിലും ഉണ്ടോന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അവളെ ആ കുഞ്ഞിനെ കുത്തിക്കൊല്ലണം. അവളെ എനിക്ക് കൊല്ലണം. ഇഞ്ചിഞ്ചായി കൊല്ലണം. എന്നിട്ട് എനിക്ക് തലയും കുത്തി ഡാൻസ് കളിക്കണം. നിന്നെ ഞാൻ കണ്ടുപിടിക്കുവടി. എടി ദിവ്യ. ദിവ്യ അമ്മേ, ഫുഡ് കൊണ്ടുവാ.
അയ്യോ വിശക്കണേ, എനിക്ക് വിശക്കണേ. വീടൊക്കെ എങ്ങനെയുണ്ട്? ഹാള്, 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ കിണറും മോട്ടോർ കണക്ഷനും ഒക്കെ ഉണ്ട്. ഒരു കാലത്തും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. പിന്നെ AC-യുടെ ആവശ്യം ഉണ്ടാവില്ല. മുറിയിലൊക്കെ നല്ല തണുപ്പാ. പിന്നെ ഞാൻ പറഞ്ഞ അഡ്വാൻസ് ആ 10,000 അല്ലേ? നാളെ രാവിലെ എത്തിക്കാം. പിന്നെ ചേച്ചി, വാടകയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്? അയ്യോ, വാടക കുറയ്ക്കാൻ പറ്റത്തേയില്ല. എഗ്രിമെന്റ് ഇല്ലാതെ ആരെയും ഞാൻ ഇതുവരെ എന്റെ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ അനുവദിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടും ഇതൊരു കൊച്ചു കുഞ്ഞിനെയും കൂടെ താമസിപ്പിക്കാനുള്ള കാര്യമായതുകൊണ്ടുവാ. അല്ല, ഈ കൊച്ചിന്റെ കെട്ടിയോൻ എവിടെയാ? ആ, അത് അത് അദ്ദേഹം ഗൾഫിലാ. ഇനി 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരും. ഷു, എന്ത് നല്ല കുഞ്ഞ. ഈ കുഞ്ഞിനെ കാണാതെ അയാൾ എങ്ങനെ ഗൾഫിൽ ഇരിക്കുന്നോ എന്തോ. ശരി, നിങ്ങൾ ഇരിക്കെ. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാ. ആ. ദിവ്യ, ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ലേ? ഒക്കെ ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടെ പുറത്തേക്ക് കളയരുത്. നീ നിന്റെ കുഞ്ഞിന് വേണ്ടി ആലോചിക്കണം. നീ ഇന്നലെ എന്ത് പണിയാ ദിവ്യ കാണിച്ചേ? നീ എന്തിനാ DNA റിപ്പോർട്ട് കീറി കളഞ്ഞത്? എനിക്ക് ആകെ സ്വന്തമായിട്ടുള്ളത് പ്രായമായ രോഗിയായ ഒരു അമ്മയാ. ആ അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് ദീപക് എന്നെ ഭീഷണിപ്പെടുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ദീപകിന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അവൻ നീ ആ DNA റിപ്പോർട്ട് കീറി കളയാൻ വേണ്ടി കാണിച്ച ഭീഷണി മാത്രമാണ് കത്തിയെടുക്കല്. മനസ്സിലായോ? അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമേ കരുതിയുള്ളൂ. ദിവ്യ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി ആത്മഹത്യ ചെയ്യാൻ കാണിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇനി ആവർത്തിക്കരുത്. നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാലോ എപ്പോഴെങ്കിലും നീ എന്തെങ്കിലും അപകടത്തിലാണെന്ന് തോന്നിയാലോ അപ്പൊ തന്നെ നീ എന്നെ വിളിക്കണം. ഇനി ഒരു കാര്യത്തിലും സ്വന്തമായി തീരുമാനം നീ എടുക്കരുത്. മനസ്സിലായോ? ആഹാ, രണ്ടാളും എത്തിയല്ലോ. എന്താണ് പ്രശ്നം? ആ കുട്ടി എന്തിനാ DNA റിപ്പോർട്ട് നശിപ്പിച്ചേ? ഒന്നും പറയണ്ട അച്ഛാ. ആ ദീപക് ഉണ്ടാക്കി വെക്കുന്ന ഓരോ കുരുക്കള്, മോന്റെ എല്ലാ ദുഷ്ടത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു അമ്മയും, അവര് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായത്. ഓരോ അമ്മമാരും മക്കളെ നേർവഴിക്ക് നടത്താനാ ശ്രമിക്കണേ. അംബിക മാഡം നേരെ തിരിച്ചു. അത് വേണുവേട്ടൻ പറയുന്ന നേരാ. ആ അംബിയ മാഡം സ്നേഹം നടിച്ച് ആളുകളെ ദ്രോഹിക്കും. അമ്മേ, രതിക മാഡത്തിന്റെ അമ്മായിയെ കുറിച്ചായി പറയുന്നത്. സാരമില്ല പ്രിയച്ചി, രാധമ്മ പറഞ്ഞോട്ടെ. എനിക്കതില് ഒരു വിഷമവും ഇല്ല. അമ്മായിയുടെ സ്വഭാവവും ദീപകിന്റെ സ്വഭാവവും അടുത്തറിയാവുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. പക്ഷേ അവരുടെ സ്വഭാവം അറിയാത്ത ഒരാളാ വീട്ടിലുണ്ട്, നമ്മുടെ വർമ്മ സാർ. അത് ശരിയാ. അമ്മായി എന്ത് പറഞ്ഞാലും അച്ഛൻ കണ്ണു അടച്ച് വിശ്വസിച്ചോളൂ. പാവം, ആ വലിയ മനുഷ്യനെ ഇങ്ങനൊരു കൂടപ്പറപ്പായി പോയല്ലോ. അതോർക്കുമ്പോഴേ ഒരു വിഷമം. അത് നീ പറഞ്ഞത് ശരിയാ. വർമ്മ സാറ് തങ്കപ്പെട്ട ഒരു മനുഷ്യനാ. ഇത്രയും ക്ഷമയും എളിമയും സഹനശക്തിയുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ അംബിക മാഡത്തിനും ദീപകിനും ഇത്രയും ക്രൂരത കാണിക്കാൻ എങ്ങനെ മനസ്സ് വരുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ എന്തോന്നും ക്രൂരത. പണ്ട് ആ പാവം പത്മാവതി മാഡത്തോട്
പത്മാവതി മാഡോ? അതാരാ സാർ? അതോ സംസാരത്തിനിടയിൽ ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞതാ. പ്രായമായി വരുമ്പോ ഓരോരോ ഓർമ്മിപ്പിച്ചുകള്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇവിടെ ഞാൻ തോർത്തിനെടുത്തേ. ദേ തല നല്ലതുപോലെ തോർത്തണേ. നേരം രാത്രിയായി. ജലദോഷം ചുമയൊന്നും വരുത്തി വെക്കരുത്. നീ പൊടി, ഏതെന്നെ പഠിപ്പിക്കണ്ട. ഓ അച്ഛാ ആ എപ്പോഴാ ഈ മനുഷ്യന്റെ നിറം മാറുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. അല്ല രാധമ്മേ, വേണമെങ്കിലേ ആരെയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് എന്താ നിർത്തിക്കളഞ്ഞ?